ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഈ ഒരു ഇഫ്താറിൻ്റെ സമയത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിന് അധികം ചേരുവകളൊന്നുമില്ല. എല്ലാ ചേരുവകളും നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ഫലൂദയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫലൂദയാണ്. ഗോതമ്പ് പൊടിയാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറവോ ഒന്നുമില്ല. കസ്റ്റാർഡൊക്കെ ചേർത്ത് അതേ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും അടിപൊളി ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ സമയത്ത് ഇതുപോലത്തെ ഒരുപാട് ഡ്രിങ്ക്സ് ചെയ്യാറുണ്ട്. കൂടുതലും ഇതിലൊക്കെ ഞാൻ സേമിയ ചേർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാൻ സേമിയ ആദ്യം വേവിച്ച് വെക്കുകയാണ് ചെയ്യുക. വേവിക്കുന്ന സമയത്ത് പഞ്ചസാര ഇട്ടിട്ട് വേവിക്കും. എന്നിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ആഡ് ചെയ്യേ വേണ്ടൂ. ഞാൻ ഇതിലും ചെയ്യുന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമ്മൾ ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് സേമിയൊക്കെ കുറച്ചല്ലേ ചേർക്കുകയുള്ളൂ. അപ്പം എപ്പോഴും കുറച്ചായിട്ട് സെപ്പറേറ്റ് വേവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വേവിച്ച് വെക്കുന്നത്. ഇതിപ്പോൾ 1 കപ്പ് സേമിയേ ഉള്ളൂ, പക്ഷെ നമുക്ക് 3-4 ഡ്രിങ്ക്സ് ഇത് വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു കടായിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ. ഈ ഒരു പാനും ഉണ്ട് ഗിവ് അവേയുടെ ഫസ്റ്റ് ഗിഫ്റ്റിൽ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഞാൻ കറക്റ്റ് അളവ് പറയാത്തത്, ഓരോരുത്തർക്ക് മധുരം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ട് തള വരുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ഗോതമ്പ് പൊടിയുടെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. നല്ല കട്ടിയായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി. പക്ഷേ ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി അങ്ങ് തിക്കായി വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ഉണ്ടാവും ചൂട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതാണ് നമുക്ക് കറക്റ്റ് വേണ്ടത്. ഇതിലേക്ക് ഞാനൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാംഗോ മിക്സ് ചേർക്കുന്നുണ്ട്. ആ ഒരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റമദാനിൽ ചെയ്ത ഒട്ടുമിക്ക ഡ്രിങ്ക്സിൽ ഞാനിത് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. ഇനി ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് വാനില എസൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അതും ചേർക്കാം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ കസ്റ്റാർഡിൻ്റെ ആ ഒരു കളറും കൂടി കിട്ടും. ഇനി നമുക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കണം. കുതിർത്തി വെച്ച കസ്കസാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം, മിക്സ് ചെയ്യാം. ഈ ഡ്രിങ്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. ഇപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ആ ഒരു ലുക്കിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ഇതിൽ കുറച്ച് ഫ്രൂട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. അതിന് മുന്നേ നേരത്തെ വേവിച്ച് വെച്ച സേമിയ കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ മതി. ഇപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും കിട്ടണമെന്നൊന്നുമില്ല ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ചെയ്താൽ മതി. ഞാനിപ്പം കുറച്ച് ഫ്രൂട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഗ്രേപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 ചെറുപഴം, പിന്നെ ഒരു മാങ്ങ, കുറച്ച് അനാറിൻ്റെ സീഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വേണമെന്ന് നിർബന്ധമേയില്ല. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് സെപ്പറേറ്റ് കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് പകരം ഡ്രിങ്കിലേക്ക് ചേർത്തുന്നേ ഉള്ളൂ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂറെങ്കിലും ഇത് തണുപ്പിച്ചെടുക്കണം. എന്നാൽ ആ ഒരു കറക്റ്റ് ആ ഒരു കസ്റ്റാർഡിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഫ്രീസറിലൊന്നല്ല, താഴെയാണ് വെക്കേണ്ടത്. അപ്പോൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് അതിന് ശേഷമാണ് സെർവ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി അങ്ങ് തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ഐസ്ക്രീമോ കസ്റ്റാർഡോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മളിതിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്തത്. പക്ഷേ ഇത് കുടിക്കുന്ന സമയത്ത് ആരും പറയൂല ഇതിൽ ഗോതമ്പ് പൊടിയാണെന്ന്. അത്രയും ടേസ്റ്റിയാണ്, നല്ലൊരു ഫ്ലേവറാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. Thank you.